ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്ന ഫ്രാൻസിസ്. ഇന്നൊരു മീഷോ കുർത്ത സെറ്റ് ഹാളാണ്. ക്രിസ്മസിന് ഇടാൻ പറ്റിയ, ക്രിസ്മസിന് മാത്രമല്ല ക്യാഷ്വൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കുർത്ത സെറ്റ് ഹാളാണ്. മെറൂൺ, റെഡ്, വൈറ്റ് കളേഴ്സിലുള്ള കുർത്ത സെറ്റ്സ് ആണ്. ഇനി ഒരു 3 days ഞാൻ വീഡിയോസ് അടുപ്പിച്ചിട്ടുണ്ടാകും. ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 3 ദിവസം വീഡിയോസ് അടുപ്പിച്ച് വരുന്നുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഇന്നിപ്പോ ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിനെ കുറിച്ചും ഉണ്ടാവും. ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ്. അപ്പൊ നാളെ മിന്ത്ര ഡ്രസ് ഹാളായിരിക്കും വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ കിടക്കാം. ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് കുർത്ത സെറ്റ് ആണ്. ഇതൊരു ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു കുർത്ത നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു വി നെക്കിൽ വന്നേക്കുന്നതാണ്. ഇതാ ഈ ഒരു 3/4 സ്ലീവ് ആണ് വന്നേക്കുന്നത്. എന്നിട്ട് ഈ ഒരു യോക്ക് പോർഷൻ ഇല്ലേ, ആ ഒരു ഭാഗത്തായിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈനർ ഡ്രസ്സിന്റെ ഒരു കട്ടിംഗ് ആണ് വന്നേക്കുന്നത്. എന്നിട്ട് ഈ 2 സൈഡിലും ചെറുതായിട്ട് ഇങ്ങനെ ഗ്യാദേഴ്സ് പോയിട്ടുണ്ട്. പാനൽ കട്ടാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ 3 പാനൽ കട്ടാണ് വന്നേക്കുന്നത്. ബാക്കിലും സെയിം ആയിട്ട് 3 പാനൽ കട്ടാണ് വന്നേക്കുന്നത്. ഇതിപ്പോ പാന്റിന്റെ കൂടെ അല്ലാണ്ട് ഈ ഒരു ഡ്രസ് തന്നെയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഈ നെക്കിലൂടെ ഇങ്ങനെ വൈറ്റ് ത്രെഡില് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. സ്ലീവിലും ഇങ്ങനെ കുഞ്ഞി ബ്രൂട്ടാസ് വന്നിട്ടുണ്ട് കേട്ടോ, വൈറ്റ് കളറിൽ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. റയോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ഡ്രസ്സ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഒരു മിഡി ലെങ്ത്തിലാണ് ഈ ഒരു കുർത്ത വന്നേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം എപ്പോഴും തന്നെ ഒരു സൈസ് കൂടുതൽ എടുക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റിലായിരിക്കും കിട്ടുക. എൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇതും ലാർജ് സൈസ് ആണ് എടുത്തേക്കുന്നത്. എനിക്ക് ആവശ്യത്തിന് ലൂസിൽ നല്ലൊരു ഫിറ്റിലാണ് ഇത് കിടക്കുന്നത്. പ്രൈസ് വരുന്ന 542 രൂപയാണ്. പ്ലെയിൻ വൈറ്റ് കളറിലുള്ള ഒരു പ്ലെയിൻ സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ്. ഇപ്പൊ ഈ ഒരു ഡ്രസ് മാത്രമായിട്ട് ഇടാൻ കംഫർട്ടബിൾ അല്ലാത്തവർക്ക് പാന്റ് ഇട്ടും യൂസ് ചെയ്യാം. ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് ആണ്. ക്രിസ്മസിന് മാത്രമല്ല ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു കളർ, റെഡ് കളർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈ ഒരു ചിക്കൻ കാരി കുർത്തിയാണ്. ഇതൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ചിക്കൻ കാരി കുർത്തിയാണ്. കോട്ടൺ മെറ്റീരിയൽ ആണ്. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ ചിക്കൻ കാരി വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു കട്ട് വന്നിട്ട് താഴത്തേക്ക് പാനൽ കട്ടാണ് വന്നിരിക്കുന്നത്. അത് നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിന്റെ താഴ്ഭാഗത്തായിട്ടും ഇത് കണ്ടോ, നല്ല ത്രെഡ് വർക്കിൽ നല്ല ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സ്കാലപ്പ് എഡ്ജ് ഒക്കെയാണ് വന്നേക്കുന്നത്. നല്ല ഫിനിഷിങ്ങോടെയാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു പാനൽ കട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിന്റെ നെക്ക് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ടൈപ്പ് നെക്കാണ് വന്നേക്കുന്നത്. സ്ലീവ് ഇതാ 3/4 സ്ലീവ് ആണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ വരുന്നുണ്ട്. എനിക്കിത് ഒരു മാക്സി ലെങ്ത്തിലാണ് കിടക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു ഹൈറ്റ് വരുന്ന 159 സെന്റിമീറ്റർ ആണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് നല്ലൊരു കുർത്ത സെറ്റ് ആണ്. ഇതിന് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കോട്ടൺ ലൈനിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കുർത്ത മാത്രമായിട്ടല്ല വരുന്നത്. ഇതിന്റെ കൂടെ ഒരു ഷോളും കൂടെയാണ് വരുന്നത്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ. ഇത് ആക്ച്വലി ഒരു ടൈപ്പ് ചന്തേരി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിൽ വന്നേക്കുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷോൾ ആണ്. സൈഡിലൂടെ കുഞ്ഞൊരു ലേസ് ഡീറ്റെയിലിംഗും പോയിട്ടുണ്ട്. എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്ന 626 രൂപയാണ്. ആ പ്രൈസിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ ക്രിസ്മസിന് മാത്രമല്ല, അല്ലാതെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നോക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു മെറൂൺ കുർത്ത സെറ്റ് ആണ്. ഞാൻ ഒരുപാട് സൈറ്റിൽ ഈ ഒരു സെയിം ഡ്രസ്സ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ബൊട്ടിക്സിലും ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. നല്ലൊരു മെറൂൺ കളറിൽ വരുന്ന, അത്യാവശ്യം ഒരു മാക്സി ലെങ്ത്തിലൊക്കെ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇങ്ങനെ ഒരു ടൈ ആൻഡ് ഡൈ പ്രിന്റ് ആണ് പോയേക്കുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ് ഒക്കെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ലീവ് ആണ്. ഈ ഒരു പോർഷനിലായിട്ട് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് കുഞ്ഞി ഗ്യാദേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് വന്നേക്കുന്നത്. ഈ ഒരു ടൈപ്പ് നെക്കാണ് വന്നേക്കുന്നത്. യോക്ക് പോർഷനിലായിട്ട് 2 സൈഡിലും നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ഇതാ സൈഡിലൂടെ ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. 694 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ഡ്രസ്സായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. എന്നാൽ ഇത് കുർത്ത സെറ്റ് ആയിട്ട് ഇടേണ്ടവർക്ക് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. 2 രീതിയിൽ ഇട്ടാലും നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. ട്രൈ ചെയ്ത് നോക്കുക. സെയിം കളറിലുള്ള ഒരു പാന്റ് ആണ്. സെയിം മെറ്റീരിയൽ ആണ്. എന്നാൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പ്രിന്റ് വരുന്നില്ല. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ്. പോക്കറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ തന്നിട്ടുണ്ട്.
അങ്ങനെ ഒരു സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ്. അപ്പൊ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്രിസ്മസിന് മാത്രമല്ല, കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ്. ട്രൈ ചെയ്തു. നെക്സ്റ്റ് വൺ ഈ ഒരു ഡ്രസ്സാണ്. ഇതും ഒരു റെഡ് കളറിൽ വന്നേക്കുന്ന ഒരു ഡ്രസ്സാണ്. ഒരു സെയിം ഡ്രസ് തന്നെ യെല്ലോ കളറിൽ ഞാൻ ഇതിന് മുന്നത്തെ ഹാൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്ലീവ്ലെസ് ഡ്രസ്സാണ്. അപ്പൊ സ്ലീവ്ലെസ് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഡ്രസ്സ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. പ്രൈസ് ഒരു 400-500 റേഞ്ചിലാണ് വരുന്നത്. ഇന്നത്തെ എല്ലാ ഡ്രസ്സിന്റെയും പ്രൈസ് ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ലാർജ് സൈസിൽ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. യോക്ക് പോർഷനിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ വരുന്നുണ്ട്. ഒരു സൈസ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കറക്റ്റ് ഫിറ്റിംഗിൽ കിട്ടും കേട്ടോ. സെയിം മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു പാന്റ് ആണ്. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ്. സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ്. പോക്കറ്റ് ഡീറ്റെയിലിംഗ് ഒന്നും തന്നിട്ടില്ല. ഈ കുർത്ത വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഈ ഒരു ചിക്കൻ കാരി കുർത്ത സെറ്റ് ആണ്. ചിക്കൻ കാരി മെഷീൻ എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങോടെയാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലിറ്റഡ് കുർത്തയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ലെങ്ത് ഇല്ല. വിസ്കോസ് റയോൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇടാൻ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളറിനോട് ഇഷ്ടമുള്ളവർക്ക് ഈവൻ കാഷ്വൽ വെയർ ആയിട്ട് പോലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. സെയിം മെറ്റീരിയലിൽ തന്നെ വന്നേക്കുന്ന ഒരു പാന്റ് ആണ്. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ്. എന്നിട്ട് പാന്റിന്റെ താഴ്ഭാഗത്തായിട്ട് സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 540 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ ഈ ഒരു വൈറ്റ് കുർത്ത സെറ്റ് ആണ്. ഇതൊരു റയോൺ മെറ്റീരിയലിലാണ് വരുന്നത്. എന്നാൽ ഇത് വൈറ്റ് ആയതുകൊണ്ടും കുറച്ച് ട്രാൻസ്പെറൻസി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നവര് എന്താണെങ്കിലും സ്ലിപ്പ് യൂസ് ചെയ്യേണ്ട വരും. ഒരു വി നെക്ക് ഒക്കെയാണ് വന്നേക്കുന്നത്. ഇതിന്റെ സ്ലീവിലാണ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കളറിലാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ് കൊണ്ടൊക്കെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സീക്വൻസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതൊരു സ്ലിറ്റഡ് കുർത്തയാണ്. ഇട്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഇത് ഒന്ന് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തയാണ്. ഇതിന്റെ മെറ്റീരിയൽ ഒരു ആവറേജ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നവർ ഒരു സൈസ് കൂടുതൽ തന്നെ എടുക്കുക. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. ആവശ്യത്തിന് ലെങ്ത്തിലൊക്കെ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തയാണ്. സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ഉള്ള ഒരു പാന്റ് ആണ്. നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു പാന്റ് ആണ്. പാന്റിന്റെ എൻഡിലായിട്ടും ആ ഒരു സെയിം ത്രെഡ് വർക്കും സീക്വൻസ് ഡീറ്റെയിലിംഗും വന്നിട്ടുണ്ട്. 400-500 റേഞ്ചിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്ത സെറ്റ് ആണ്. ഇത് ആക്ച്വലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. മെറ്റീരിയൽ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല. ഇത് കൈൻഡ് ഓഫ് പോളിസ്റ്റർ ആൻഡ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഞാനിത് ഒരു സൈസ് കൂടുതൽ എടുത്തത് കൊണ്ട് തന്നെ ഇത് എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. നിങ്ങളുടെ കറക്റ്റ് സൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഇത് തന്നെ എനിക്കിപ്പോ കറക്റ്റ് ഫിറ്റിലാണ് കേട്ടോ കിടക്കുന്നത്. നെക്കൊക്കെ ഇച്ചിരി കയറിയ ടൈപ്പ് നെക്കാണ്. 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ലിറ്റഡ് കുർത്തിയാണ്. ഇതിന്റെ സ്ലീവിലായിട്ട് പ്രിന്റിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഒരു സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ട് നെക്ക് തൊട്ട് താഴം വരെ പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു കുർത്തിയാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് വേണ്ടവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ഉള്ള ഒരു പാന്റ് ആണ്. സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ്. ഇതിന്റെ എൻഡിലായിട്ടും ഇങ്ങനെ ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗിന്റെ മെറ്റീരിയലിൽ പാച്ച് വർക്ക് പോയിട്ടുണ്ട്. കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു കുർത്ത സെറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു എംബ്രോയിഡറി ഡ്രസ്സാണ്. ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത്. നെക്കൊക്കെ ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത രീതിയിലാണ് വന്നേക്കുന്നത്. യോക്കില് നല്ല മൾട്ടി കളറിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കണക്റ്റിംഗ് ലേസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. സ്ലീവും ഈ ഒരു ടൈപ്പിലാണ് വന്നേക്കുന്നത്. സ്ലീവിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബൂട്ട എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഉണ്ട്. സ്ലീവ് എൻഡിലും ഇങ്ങനെ വർക്ക് ഉണ്ട്. ഒരു സ്ലിറ്റഡ് കുർത്തയാണ്. ഇതിനൊരു കോട്ടൺ ലൈനിങ്ങും തന്നിട്ടുണ്ട്. ഒരു തിന്നായിട്ടുള്ള ഒരു കോട്ടൺ ലൈനിങ്. ഈ ഒരു പോർഷൻ വരെ ലെങ്ത്തിൽ കിടക്കുന്ന ഒരു ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സെയിം കുർത്ത ആക്ച്വലി ഞാൻ ഓണം ഡ്രസ് ഹാൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു സെല്ലറിന്റെ അടുത്താണ് വാങ്ങിച്ചത്. 850 രൂപ ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. എന്നാൽ ഇത് വാങ്ങിച്ചേക്കുന്നത് 607 രൂപയ്ക്കാണ്. ഞാൻ ഇത് എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. ഇത് ലാർജ് സൈസ് എടുത്തിട്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. അപ്പം
ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഒരു സൈസ് കൂടുതൽ തന്നെ എന്തായാലും എടുക്കണം കേട്ടോ. സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു പ്ലെയിൻ സ്ട്രേറ്റ് കട്ട് പാന്റ് ആണ്. ഈ ഒരു ഡ്രസ്സ് ലൈനിങ് ഉണ്ടെങ്കിൽ പോലും ചെറിയ ട്രാൻസ്പെറന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂഡ് ഷെയ്ഡ്സിലുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്, 607 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്ത സെറ്റ് ആണ്. ഇതൊരു വൈറ്റ് കളറിലുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. അതിനകത്ത് ഇങ്ങനെ ഭംഗിയായിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെ പെയിന്റ് ചെയ്ത ഒരു ഫീൽ ആണ് കേട്ടോ. ഒരു ഹാൻഡ് പെയിന്റ് ചെയ്ത ഒരു ഫീൽ ആണ് ഈ ഒരു ഡ്രസ്സിൽ. ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട്. അപ്പോ ഇത് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ജെന്റിൽ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ കോട്ടൺ ഡ്രസ്സസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ചും വൈറ്റും കൂടെ ആവും ജെന്റിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു കളർ സ്പ്രെഡ് ആവുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. മെഷീൻ വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഡ്രസ്സ് ചീത്തയായി പോവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ഡ്രസ്സസ് ഒക്കെ ജെന്റിൽ വാഷ് തന്നെ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഷാമ്പൂ ഇട്ടിട്ടൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതിയാവും. ഇതിന്റെ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ സ്കാലപ്പ് ഫിനിഷ് ഒക്കെയാണ് വന്നേക്കുന്നത്. ഇതിന് നെക്ക് ഇതാ ഇങ്ങനെ ഒരു കോളർ പാറ്റേൺ നെക്കാണ് വന്നേക്കുന്നത്. നെക്ക് പോർഷന് താഴെ വരെയായിട്ട് ഇങ്ങനെ ഒരു ക്ലോത്ത് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ബട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു എ ലൈൻ കട്ടിലാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഈ ഒരു കുർത്ത സെറ്റിന്റെ കുർത്തയിൽ മാത്രമല്ല പാന്റിലും പ്രിന്റ് വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ പാന്റിൽ നല്ല ഭംഗിയായിട്ട് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഇതിപ്പോ ക്രിസ്മസിന് മാത്രമല്ല, ഇങ്ങനെ വെക്കേഷൻ ടൈമിൽ സ്റ്റേക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സമ്മർ വെക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്ത സെറ്റ് ആണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. പ്രൈസ് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഈ ഒരു വൈറ്റ് കുർത്ത സെറ്റ് ആണ്. ഇത് ആക്ച്വലി ക്രിസ്മസിന് മാത്രമല്ല, അല്ലാതെ ക്യാഷുവൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഈ ഒരു യോക്ക് പോർഷനിലെ എംബ്രോയിഡറി ഉണ്ടല്ലോ, അതിന്റെ കളറൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കളറാണ് കേട്ടോ. സ്ലീവിന്റെ എങ്കിലും വന്നിട്ടുണ്ട്. അത് തന്നെ ഇങ്ങനെ കുർത്തേന്റെ താഴെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. നല്ലൊരു സ്ലിറ്റഡ് കുർത്തയാണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. പക്ഷേങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണം, ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്ലിപ്പ് ഇട്ടിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ആണ് ഈ കുർത്ത സെറ്റിന്റെ പാന്റ് വന്നേക്കുന്നത്. സെയിം കളറിലുള്ള ഒരു പാന്റ് ആണ്. ബട്ട് ഈ ഒരു പാന്റിൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ഒരു ഇന്റർലി എംബ്രോയിഡറി ഉണ്ടല്ലോ, അതൊരു മാച്ചിങ് അല്ല വന്നേക്കുന്നത്, മാറിപ്പോയിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെന്താണേലും എക്സ്ചേഞ്ച് ചെയ്യേണ്ട വരും. ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ അടിക്കാം. എനിക്ക് ഇതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസിൽ മീഷോയിലൊക്കെ റിട്ടേൺ അടിച്ചിട്ടുണ്ടെങ്കിലൊന്നും അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. ഇത് ആക്ച്വലി റെഡ് ആണെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇതൊരു റാണി പിങ്ക് കളറിലുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. പക്ഷെങ്കിൽ കൊള്ളാം കേട്ടോ. ക്രിസ്മസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ക്യാഷ്വൽ വെയർ ആയിട്ട് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്ത സെറ്റ് തന്നെയാണ്. ഇതാ 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. കുർത്തേന്റെ അടിയിലായിട്ട് വന്നിട്ടുണ്ട്. യൂഷ്വലി ഞാൻ കണ്ടുള്ള കുർത്ത സെറ്റിന്റെ ഒക്കെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ലേസ് ഡീറ്റെയിലിംഗ് വരിക. എന്നാൽ ഇതിന്റെ ബാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. നല്ലൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. റൗണ്ട് നെക്ക് ആണ്. ഈ മെറ്റീരിയലിൽ തന്നെ വന്നേക്കുന്ന ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ഉള്ള ഒരു പാന്റ് ആണ്. പാന്റിന്റെ എൻഡിലായിട്ടും ആ ഒരു സെയിം ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. പ്രൈസ് എത്രയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓഫീസിലാണെങ്കിൽ ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ ഒരു കുർത്ത സെറ്റും കൂടെ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി എനിക്ക് എൻ്റെ ഡിഫറെന്റ് പ്രോഡക്റ്റ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാനത് റിട്ടേൺ അടിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു കുർത്ത സെറ്റ് ഹാള്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കുർത്ത സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.